അയ്യോ നല്ല തണുപ്പുണ്ടല്ലേ. സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? എങ്ങോട്ടേ പോടെ ആ ഓണറെ കൂടി വിളിച്ചൂടായിരുന്ന. എന്തിന്? എടി താക്കോലെന്നില്ലേ? അതുപോലെ ഒരു ദിവസം 5000 രൂപയല്ലേ ഉള്ളൂ. നഷ്ടമൊന്നുമില്ലല്ലോ. നല്ല ഉഗ്ര വീടല്ലേ? ഇല്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ എന്താ നഷ്ടം? ഇഷ്ടം മുഴുവൻ എനിക്കല്ലേ. ഇത് ഇന്നലത്തെ വീട് പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് പേടിയാവണ്ടേ? പോടാ, ഈ വീട് കണ്ടറിയണ്ട. ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഒരു പ്രശ്നമില്ല വീട്. അച്ഛാ, ആ മരത്തിൽ തൂങ്ങി കിടക്കുന്ന എന്തുവാ? അത് സപ്പോർട്ടാ. അയ്യേ സപ്പോർട്ടൊന്നും അല്ല, സവർജിലി. സവർജിലി സപ്പോർട്ടാ. പാവങ്ങൾ ആപ്പിൾ എന്നാണ് പറയണ. കേറി പറയടാ, കേറി പറ. പറിക്കടാ. കേശു വാടാ. ഒരു സവർജിലി കണ്ടപ്പോഴത്തേക്കും ബാഗും വേണ്ട, ഒന്നും വേണ്ട. ബാക്കി പറഞ്ഞ പിന്നെ വടി എന്തിനാ പറഞ്ഞ പോലെ ബാക്കി ബാഗ് എടുക്കടാ. വാ. അതെ, അധികം സമയങ്ങളായില്ല. സാധനങ്ങളൊക്കെ അകത്തോണ്ട് വെച്ചിട്ട് പെട്ടെന്ന് ഫ്രഷ് ആവണം. എനിക്ക് ഫ്രഷ് ഒന്നും ആവണ്ട കേട്ടോ. അല്ല, അത് കയറി പിടിച്ചേണ്ട. ഇവക്ക് കുളിക്കാൻ മടിയടാ. ഇവക്ക് മടി. ഇവിടെ ഇന്ന് തണുത്തളത്ത് മുക്കി എടുക്കണം. ഒന്ന് അടങ്ങിയിരിക്കും. പാല് തണുപ്പായാലും മഴയായാലും വെയിലായാലും ശരി അടങ്ങിയിരിക്കൂല. പാടിയെടുത്ത് നീ പെട്ടെന്ന് ഇറങ്ങ്. എവിടെ പോവാൻ? പിന്നെ എന്തിനു വന്നത്? എനിക്ക് ഒരുപാട് സ്ഥലം കാണാണ്ടെന്ന്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പറയില്ല എനിക്ക് തലവേന എടുക്കണം. 2 മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങണം. കാറി കയറിയപ്പോ മോദി തുടങ്ങിയ തലവേന. നിനക്ക് എന്താണ് തലവേന? ആരും കൂടെ ചെയ്ത് വെച്ചേക്കണം. തീർന്നില്ല തലവേന ഇതുവരെ. കാശ് കൊടുക്കുന്ന പോലെ കിടന്ന് ഉറങ്ങണ്ടേ? ഇന്നലെ രാത്രി ഒരു പോലെ കണ്ണടക്കം നിന്നെ സംഭവിച്ചിട്ടില്ല. കണ്ണടച്ചാ മുനിയാണ്ടി വന്ന് ഞെക്കും പോലും. അതമ്മ സത്യമാണ്. നമ്മൾ ഒരു ദിവസം കൂടി അവിടെ കിടന്നിരുന്നെങ്കിൽ തല വേറെ ഉടല് വേറെ തല വേറെ. ഞാൻ മനസ്സൊന്ന് കൺട്രോൾ ചെയ്ത് വന്നിരിക്കുമ്പോഴാണ് തല വേറെ ഉടല് വേറെ. ഞാൻ 2 മണിക്കൂർ കിടക്കട്ടെ. എന്നെ വെറുതെ വിട്. എവളെ വല്ല സൂയിസൈഡ് പോയിന്റ് കൊണ്ട് തള്ളണം. അവിടെ കിടക്കട്ടെ. എന്തമ്മാ എന്ത് പറഞ്ഞാലും ശരി, എനിക്കൊന്ന് കിടന്നേ പറ്റുള്ളൂ. ഈ അമ്മയുടെ ഒരു കാര്യം. അച്ഛാ, നമുക്ക് തിരിച്ചു പോകുമ്പോൾ അവനെ കൊണ്ടുപോകണ്ടോ? ഇവിടെ തന്നെ വേണ്ട, തിരിച്ചുവരാൻ എന്നെ പ്രായത്തെ കാണാൻ പറ്റും. അച്ഛാ അമ്മ കിടന്നു കഴിഞ്ഞ പോക്കാണ്. എങ്ങനെയെങ്കിലും കുത്തിളക്കി കൊണ്ടുപോവാ. അച്ഛാ പോടെ, ഒരു 10 മിനിറ്റ് കഴിയിട്ട് നീ പോടുന്നു. കൊടക്കാനല്ല അമ്മ. എങ്ങനെങ്കിലും എന്റെ അമ്മയുടെ മനസ്സൊന്ന് മാറ്റിയാ മതി. ഒരമ്മ വിചാരിച്ചാലും മാറൂല. അതാണ് മനസ്സ്. ഞാൻ അകത്ത് പോയി എന്തെങ്കിലുമൊക്കെ നോക്കി തരാം. ഇവിടെ അച്ഛനും താവപ്പാടെ തണുത്ത് മരവിച്ചിരിക്കുന്നു. അങ്ങോട്ടോ അല്ലേ? ഞാൻ ഫസ്റ്റ് നീലം പടവലം. ഒന്ന് പോയ ബാബു, ശല്യപ്പെടുത്താതെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ശല്യപ്പെടുത്താൻ ഞാൻ എവിടെയും വരില്ല കേട്ടോ. തലവേന കുറവുണ്ടാ? കൂടുതല. കിടന്നാ കൂടും. വാ, എണീക്ക്. നമുക്ക് പുറത്തോട്ടൊക്കെ പോയി കറങ്ങാം. വാ അമ്മ, എണീക്കമ്മ പ്ലീസ്. അമ്മ പോലെ നീ പോയി ആദ്യം കുളിക്ക് ചെല്ല്. കണ്ട പിള്ളേരെ ആകെ മൂടൗട്ടായി. നീ ഒരു കാര്യം ചെയ്യ്, എണീറ്റ് അടുക്കള ചെന്ന് ഒരു കട്ടൻ ചായ ഇട്. അത് കുടിക്കുമ്പോൾ ഫ്രഷ് ആവും. നിന്റെ തലവേനൊക്കെ പമ്പാടാക്കും. വാ എണീ. വാ. അമ്മ ഒന്ന് എണീക്കാൻ നോക്കണ്ടോ? അല്ല, വയ്യാത്തല്ലേ, എണീക്കാൻ ശ്രമിച്ചാ മതി. നീലു, എടാ റൂമിലേക്ക് പോയ നിങ്ങള് ചെല്ല്. പോ, റൂമിലേക്ക് പോ. നീലു, നീലു, നീ കുതിരയെ കയറിയിട്ടുണ്ടാ? സാധാരണ എന്റെ നേരെയല്ലേ നീ കുതിര കയറാറ്. എണീക്ക്. വാ പോവാ, കുതിര കയറാൻ വാ. പോയ മതി. കുറെ നേരം പറഞ്ഞു കിടക്കട്ടെ എന്ന്. മനസ്സിലാവില്ല മലയാളത്തിൽ പറഞ്ഞ. മക്കളെ, അച്ഛൻ മര്യാദയ്ക്കുള്ള മലയാള ഭാഷയിലൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് മനസ്സിലാവണില്ല. ഈ കാലഘട്ടത്തില് മര്യാദയ്ക്ക് യാതൊരു സ്ഥാനമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വഴി നോക്കണം. എങ്ങനെ? വിഷ്ണു, ലച്ചു, മക്കളെ പൊക്കടാളെ. അച്ഛാ, ആദ്യം നമുക്ക് സൈക്ലിംഗ് ചെയ്യാം, എന്നിട്ട് മതി കുതിര. ഇല്ല, ഫസ്റ്റ് നമുക്ക് സൂയിസൈഡ് പോയിന്റിൽ പോവാം. കൺഫ്യൂഷൻ ആക്കരുത്.
അച്ഛൻ മര്യാദയ്ക്ക് വണ്ടി തന്നെ പോന്നാ പോലെ പിന്നെ ഏത് സമയം വണ്ടി കയറിയാൽ മതി. എടി നടക്കിട്ട് കുറച്ച് ആരോഗ്യം കിട്ടും. വണ്ടി കയറിയതൊന്നും കാണാൻ പറ്റൂല.